അദ്ദേഹത്തിനെയും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറയാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവിയും കാവ്യശികയുടെ സാന്നിധ്യവും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കാട്ടൂരിന്റെ സ്വന്തം കാട്ടൂർ രാമചന്ദ്രൻ മാഷാണ്. അപ്പോൾ സ്വാഗതം പറയാനായി കാട്ടൂർ രാമചന്ദ്രൻ മാഷിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കാവ്യശികയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇപ്പോൾ ആരംഭിക്കുന്ന ശിഖാ ഫെസ്റ്റ് 2026 ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന ചുമതലയാണ് മുഖ്യമായും സ്വാഗത പ്രസംഗകൻ ഉള്ളത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകൾ ഒഴികെ ആരും ഇവിടെ പങ്കെടുക്കുന്നില്ല. അപ്പോൾ കാവ്യശികയെ കുറിച്ച്, അതിന്റെ സംഘാടനത്തെ കുറിച്ച്, ശിഖാ ഫെസ്റ്റ് 2026 കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷയം സ്വാഗത പ്രസംഗത്തിൽ വരുന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തതും ഭംഗിയായി സംഘടിപ്പിച്ചതും NV ടീമിന്റെ സാരഥികളായിട്ടുള്ള അജയ് മാഷ്, ദർശന, സുധാകരൻ മാഷ് തുടങ്ങിയ ആളുകളൊക്കെയാണ്. എന്നും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് വളരെ സമയബന്ധിതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അനുവദിച്ചതിനേക്കാൾ 1 മിനിറ്റ് സമയം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് മാത്രമാണ് ആദ്യമായി പറയാനുള്ളത്. ഈ സമ്മേളനത്തിൽ 6 സെഷനുകളായിട്ടാണ് ഇതിലൂടെ ആരംഭിച്ച് 5 മണിക്ക് അവസാനിക്കുന്നത്. അപ്പം അതിൽ മോഡറേറ്റർമാരുണ്ട്, പാനലിസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് അധ്യക്ഷ ആയിട്ടുള്ളത് രവിത ഹരിദാസാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഉപവിഭാഗമായ വനിതാ സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അധ്യക്ഷ എന്ന നിലയ്ക്ക് ശ്രീമതി രവിത ഹരിദാസിനെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിവാദന ഭാഷണം നടത്തുന്നത് ശ്രീമദ് സ്വാമി ധർമ്മചൈതന്യയാണ്. ഈ മഠത്തിന്റെ ആലുവ അദ്വൈതാശ്രമത്തിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ രാവുണ്ണി മാഷാണ്. രാവുണ്ണി മാഷെ കുറിച്ച് ഒന്നും ആരോടും ഇപ്പം പറയേണ്ട കാര്യമില്ല. ബഹുമാന്യനായ ശിഖയുടെ മുഖ്യ രക്ഷാധികാരി എല്ലാമായ ഡോക്ടർ ശ്രീ രാവുണ്ണി അവരുടെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസാ പ്രസംഗം നടത്താൻ എത്തുന്ന കവി, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഒക്കെ ആയിട്ടുള്ള ജയകുമാർ ചെങ്ങമനാട്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഉടനെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആമുഖ ഭാഷണം നടത്തുന്നത് ഈ പരിപാടിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അജയ് നാരായണനാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഔപചാരികതയുടെ പേരിൽ മാത്രം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നൃത്താവിഷ്കാരം നടത്തുന്നത് VV ശ്രീല ടീച്ചറാണ്. ശ്രീല ടീച്ചറെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അവതാരകർ, പിന്നെ മോഡറേറ്റർമാർ, ഇതിൻ്റെ സംഘാടകർ എല്ലാമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ പേരുകളൊക്കെ ഇവിടെ പരാമർശിക്കാൻ പറ്റുന്നില്ല, സമയമേറെ പിടിക്കും. 6 സെഷനുകളായിട്ടാണ് ഈ പരിപാടി ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബ്രോഷർ എല്ലാവരുടെയും കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ കാവ്യശികയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്. ഇവിടെ എത്തിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് വളരെ ഏറ്റവും പ്രതിഭയുടെ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ രവിത ഹരിദാസ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും അതുപോലെ അധ്യാപിക, ചാനൽ അവതാരക, എഴുത്തുകാരി, പ്രഭാഷക തുടങ്ങിയ തൊഴിലെല്ലാം തന്റെ കഴിവ് തെളിയിച്ച വനിതാ സാഹിതിയുടെ ചുമതലയുമുള്ള അവരെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു.
പ്രിയമുള്ളവരെ, കാവ്യശിഖ ഫെസ്റ്റ് ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ചുറ്റിലും തീ പടരുമ്പോൾ ധ്യാനത്തിലിരിക്കുന്നവനല്ല കവി, ആ തീ അണയ്ക്കുന്നവന് വെള്ളവുമായി ഓടുന്നവനാണ് എന്ന് പിരിപ്പുഴ നമ്മളോട് പറയുന്നു. നമുക്കറിയാം, കൃത്യമായ ഒരു കാര്യങ്ങളെ കുറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തെ നിശബ്ദമാക്കുന്ന തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ശിഖ ഫെസ്റ്റ് എന്ന നമ്മുടെ സ്വരം കേൾപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഡോക്ടർ സി രാവുണ്ണി മാഷാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ചുറ്റിലും നിൽക്കുന്നവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കാവ്യശിഖയുടെ അമരക്കാരനായി നമ്മളോടൊപ്പം ചേരുന്ന അദ്ദേഹം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തരുടെയും നാവായി മാറുന്ന കാഴ്ചയാണ് ഇത്തരത്തിൽ കാവ്യശിഖയിലൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോ വാക്കും വരിയും നമ്മൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ അവിടെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നാവായി ഉണ്ടായിരിക്കുക എന്നത് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യമെന്ന് എഴുത്തിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നു. ഇവിടെ കാവ്യശിഖ ഫെസ്റ്റ് ഒരു ദിവസം നമ്മുടെ കൂടിയിരിപ്പ് ഇവിടെ നടക്കുമ്പോൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും അറിയുന്നത് പോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള കാവ്യശിഖയുടെ പ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തരും അജയ് മാഷും ദർശന ടീച്ചറും അടക്കമുള്ള നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു പരിപാടി എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുക എന്ന് മുഖ്യധാര എഴുത്തുകാരും പ്രഭാഷകരും മാത്രം പങ്കെടുക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത് നമ്മൾ ഓരോരുത്തരും പറയുന്നത് കേട്ടുകൊണ്ട് ഒരുപക്ഷെ മിക്ക സംവാദങ്ങളിലും നമ്മൾ കാണുന്നതാണ്, നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സമയം നമ്മൾ കാണാറുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യാനുണ്ട്, നമുക്കും സംവാദങ്ങളിൽ കൃത്യമായ അഭിപ്രായമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ തിരിച്ചറിവിനെ അഭിപ്രായ സ്വരൂപണത്തിന്റെ ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ട് കാവ്യശിഖയിലെ ഓരോ അംഗങ്ങളും ഇന്ന് ഓരോ സെഷനുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മളോട് സംവദിക്കുകയാണ്. ഈ സംവാദത്തിലൂടെ ഒരു പുതിയ നിര തന്നെ രൂപപ്പെടുമെന്ന് ഏറ്റവും ശക്തമായി തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിപാടിക്ക് മാഷ് നേതൃത്വം നൽകുന്നത്, നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കുചേരുന്നത്. അപ്പൊ ഇത്തരം പരിപാടികൾ നമ്മളെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നും നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നും നിരവധിയായ പരിമിതികളും നിരവധിയായ പ്രതിസന്ധികളും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ട് എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ പങ്കെടുക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ ഏറ്റവും സജീവമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനും ഈ പരിപാടിയിൽ മുഴുനീളം പങ്കെടുക്കുന്നതിനും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കണം നമ്മുടെ ശിഖ ഫെസ്റ്റിന്റെ 2024 ഉദ്ഘാടന കർമ്മത്തിലേക്കാണ്. നമ്മുടെ ഈ ശിഖ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കാവ്യശിഖയുടെ രക്ഷാധികാരിയും നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ രാവുണ്ണി മാഷാണ്. നിർവചനങ്ങൾക്ക് അതീതമായ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ രാവുണ്ണി മാഷ് നമുക്ക് അങ്ങോട്ട് അധികം പറയേണ്ടതില്ല. നമുക്ക് എല്ലാവർക്കും സ്വന്തമായ രാവുണ്ണി മാഷിനെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു.